ഹലോ ഫ്രണ്ട്സ്, 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളത്. പക്ഷേ ഞാൻ പറയുന്നു 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഏറ്റവും ഈസി. നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. നോക്കാം വീഡിയോയിലേക്ക്. നമുക്ക് കയ്യിൽ എത്ര വിരലുണ്ട്? 10 വിരലല്ലേ ഉള്ളത്. ഇതൊന്നാമത്തെ വിരൽ, രണ്ടാമത്തത്, ഇത് മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ, അഞ്ചാമത്തത്, ആറാമത്തെ വിരൽ, ഏഴാമത്തെ വിരൽ, എട്ടാമത്തെ വിരൽ, ഒമ്പതാമത്തെ വിരൽ, 10ാമത്തെ വിരൽ. ഓക്കെ, 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം 9 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ആദ്യം 1 ടൈം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 9 കിട്ടുന്നു. 9ന് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് 18 കിട്ടുന്നു. 9നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 27 കിട്ടുന്നു. അങ്ങനെ ഈ 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്ന മൾട്ടിപ്ലയറിനെയാണ് ഞാൻ എൻ്റെ വിരലിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡിജിറ്റ് ഏതാണോ പറയുന്നത് ആ വിരൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോൾഡ് ചെയ്യണം, മടക്കി വെക്കണം. ഇനി ആ മടക്കിയ വിരലിൻ്റെ മുന്നേ എത്ര വിരലുകളുണ്ട്, ആ മടക്കിയ വിരലിന് ശേഷം എത്ര വിരലുകളുണ്ട്, ആ വിരലുകളാണ് നമ്മളെ ആൻസറായിട്ട് വരിക. ഓക്കെ, നമുക്ക് നോക്കാം. 1 9s are 9. ഇവിടെ എത്ര വിരലുകളുണ്ട്? 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി 2 9s are എന്ന് പറയുമ്പോൾ ഈ 2 എന്നുള്ള വിരലിനെ താത്തി വെക്കുക. ഈ മടക്കിയ വിരലിൻ്റെ മുന്നേ ഉള്ളത് ആൻസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും മടക്കിയ വിരലിന് ശേഷമുള്ളത് ആൻസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിരിക്കും. നമ്മൾ സെക്കൻഡ് വിരലാന്ന് മടക്കിയിട്ടുള്ളത്, അതിന് മുന്നേ എത്ര വിരലുകളുണ്ട്? 1 വിരൽ. അതിൻ്റെ 1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ മടക്കിയ വിരലിന് ശേഷം എത്ര വിരലുകളുണ്ട് എന്ന് എണ്ണോ? 1 2 3 4 5 6 7 8. അപ്പം 2 9s are 18. 2 9s are 18 കിട്ടി. ഇനി നമ്മൾ ചോദിക്കുന്നത് 3 9s are എത്രയാണ്? അപ്പോൾ ഏത് വിരലാണ് മടക്കണ്ടേ? തേർഡ് വിരൽ മടക്കുക. അപ്പോൾ ആൻസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് മടക്കിയതിന് മുന്നേ ഉള്ളത്, സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് മടക്കിയതിന് ശേഷമുള്ളത്. ഓക്കെ, അപ്പം 3 9s are 20. 1 2 3 4 5 6 7 27. മടക്കിയതിന് മുന്നേ 2 ഉണ്ട്, മടക്കിയതിന് ശേഷം 7 ഉണ്ട്. അപ്പം 27. ഓക്കെ, ഇനി നെക്സ്റ്റ് 4 9s are. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 4th വിരൽ മടക്കുക. അപ്പോൾ മടക്കിയ വിരലിന് മുന്നേ എത്രയുണ്ട്? 3 എണ്ണം. മടക്കിയ വിരലിന് ശേഷം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പം 36. 4 9s are 36. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുന്നത് 5 9s are. അപ്പം 5th വിരൽ നമ്മൾ മടക്കണം. മടക്കിയതിന് മുന്നേ ഉള്ളത് എത്ര എണ്ണം? 4. മടക്കിയതിന് ശേഷം എത്ര എണ്ണം ഉണ്ട്? 5. 45. 5 9s are 45. ഓക്കെ, ഇനി അടുത്തത് 6 9s are കിട്ടും. അപ്പോൾ നമ്മൾ ഏത് വിരൽ മടക്കണം? 6th വിരൽ മടക്കണം. 6th വിരലിന് മുന്നേ എത്ര ഉണ്ട്? 5. ശേഷം എത്രയുണ്ട്? 4. അപ്പം ആൻസർ വിൽ ബി 50. 1 2 3 4 4 54. 6 9s are 54. ഇനി അടുത്തത് 7 9s. അപ്പം 7th വിരൽ മടക്കണം. വിരലിന് മുന്നേ ഉള്ളത് ആദ്യത്തെ ഡിജിറ്റ് എത്രയാണ്? 1 2 3 4 5 6 6 60. വിരൽ മടക്കിയതിന് ശേഷമുള്ളത് എത്രയാണ് വിരൽ? 1 2 3 3. അപ്പോൾ 63. നെക്സ്റ്റ് എത്രയാണ്? 8 9s are. അപ്പോൾ 8th വിരൽ മടക്കാം. മടക്കിയ വിരലിന് മുന്നേ ഉള്ളത് ആദ്യത്തെ ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ട്? മടക്കിയ വിരലിന് മുന്നേ 7 എണ്ണം ഉണ്ട്. അപ്പം 7. മടക്കിയ വിരലിന് ശേഷം എത്ര എണ്ണം ഉണ്ട്? 2. 72. അപ്പം 8 9s are 72. നെക്സ്റ്റ് 9 9s are എത്രയാണ്? അപ്പോൾ 9 9ാമത്തെ വിരൽ മടക്കുക. മടക്കിയ വിരലിന് മുന്നേ ഉള്ളത് ആദ്യത്തെ ഡിജിറ്റ് എത്ര എണ്ണം വിരലുണ്ട്? 8. 80. മടക്കിയതിന് ശേഷം എത്ര ഉണ്ട്? 1 വിരൽ 1. അപ്പം 9 9s are 81. ഇനി അടുത്തത് 10 9s are. അപ്പോൾ എത്രയുണ്ട്? നമ്മൾ 10th വിരൽ മടക്കുന്നു. മടക്കിയ വിരലിന് മുന്നേ എത്രയുണ്ട്? 9. അപ്പം 9. മടക്കിയ വിരലിന് ശേഷം എത്ര വിരലുണ്ട്? വിരലൊന്നുമില്ല, 0. 90. അപ്പം 10 9s are 90. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. 7 9s are എത്രയാണ്? അപ്പോൾ 7 മടക്കുന്നു. മടക്കിയ വിരലിന് മുന്നേ 6 എണ്ണം 60. മടക്കിയതിന് ശേഷം 3 എണ്ണം 3. അപ്പോൾ 7 9s are 63. ഇനി ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു 3 9s are എത്രയാണ്? തേർഡ് വിരൽ മടക്കുന്നു. മടക്കിയ വിരലിന് മുന്നേ ഉള്ള 2 എണ്ണം. അപ്പോൾ 2 എന്ന് എഴുതി. മടക്കിയ വിരലിന് ശേഷം എത്ര എണ്ണം ഉണ്ട്? 7 ഉണ്ട്. 27. ഓക്കെ, ഇനി 9 9s are എന്ന് ചോദിക്കുന്നു. 1 സെക്കൻഡ് കൊണ്ട് ആൻസർ പറയണം. എന്ത് ചെയ്യും? 9 9s are. 9th വിരൽ മടക്കണം. വിരൽ മടക്കിയതിന് വിരലിന് മുന്നേ ഉള്ളത് എത്ര എണ്ണം?
8 ഉണ്ട്. അപ്പോൾ 80 മടക്കിയവരിന് ശേഷം എത്ര ഉണ്ട്? 81. Okay. Hope you understood the concept. If you find this video useful, please like, share and subscribe. Bye.